നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. സ്വാമി, സൂര്യ എവിടെ പോയിരുന്നു? അമ്മയ്ക്ക് പെട്ടെന്നൊരു തലചുറ്റൽ വന്നു. അങ്ങനെ ഒന്ന് വീട് വരെ പോയാ സ്വാമി. ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മയ്ക്ക്? ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല. എന്താ സ്വാമി കാണണമെന്ന് പറഞ്ഞത്? ഭാവനയെ സൂര്യ കണ്ടിരുന്നു സ്വാമി. ശരിക്കും എന്താ ഉണ്ടായത്? ഭാവനയ്ക്ക് ഇന്ന് ചികിത്സ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിനിടയിലായൊരു ചേഞ്ച് ഉണ്ടായത്. അത് സ്വാമി, അതൊരു നല്ല നിമിത്തമല്ലേ? പക്ഷേ ഇവിടെ അതല്ലല്ലോ സൂര്യ പ്രധാന വിഷയം. ഞാൻ ചികിത്സ തുടങ്ങുമ്പോഴും അതിനു മുമ്പും ഭാവന സന്തോഷവതിയായിരുന്നു. പക്ഷേ പെട്ടെന്നായൊരു ചേഞ്ച് ഉണ്ടായത്. എന്നാൽ അതിനുശേഷം ഭാവനയുടെ മുഖത്ത് ഞാൻ സന്തോഷം കണ്ടിട്ടില്ല. സ്വാമി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഭാവനയുടെ അമ്മയും ബ്രദറും വരുമ്പോ ഭാവന അബോധാവസ്ഥയിലാണ്. അങ്ങനെയാ ഞാൻ അവിടേക്ക് എത്തുന്നത്. സാധാരണ ചില ചികിത്സാ രീതികൾ പേഷ്യന്റിനെ തുടക്കം ബുദ്ധിമുട്ടിക്കാറുണ്ടെങ്കിലും പിന്നീട് അത് ശരിയാവാറുണ്ട്. ഇവിടെ ശിരോധാര കഴിഞ്ഞ് ഭാവനയെ റൂമിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അതിനുശേഷം ഭാവനയ്ക്ക് ശബ്ദം നേരിയ രീതിയിൽ തിരിച്ചു കിട്ടുകയും ചെയ്തു. ആദ്യമായിട്ട് ഭയങ്കര അനുഭവം എനിക്കുണ്ടാവുന്നത്. അപ്പോ ഭാവന ഉടനെ സംസാരിക്കുമല്ലേ സ്വാമി? അതിനുള്ള സാധ്യതകളായിരുന്നു ഞാൻ മുന്നിൽ കണ്ടത്. ആക്സിഡന്റിൽ നിന്നും ഭാവന നേരത്തെ റിക്കവർ ചെയ്തു എന്നല്ലേ സൂര്യ എന്നോട് പറഞ്ഞിട്ടുള്ളത്? അതെ സ്വാമി. അതിനുശേഷം സഹപ്രവർത്തകനായ ഒരു ഡോക്ടർ ഭാവനയോട് പ്രതികാരം ചെയ്തത് ഭാവന ഇന്നീ അവസ്ഥയിലായത്. ആ സംഭവത്തോടെ ഡോക്ടറെ ആ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. എന്നിട്ട് അയാൾക്കെതിരെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആക്ഷൻ കൊടുത്തില്ലേ? വ്യക്തമായ എവിഡൻസ് ഒന്നും ഇല്ലായിരുന്നു സ്വാമി. മാത്രമല്ല ഭാവന ഡോക്ടറുടെ പേഷ്യന്റും അല്ലായിരുന്നു. സൂര്യ, ഇതിപ്പോ പഴയ കാലമൊന്നുമല്ല. നിസ്സാര കാര്യങ്ങൾക്ക് പോലും ക്രൂരമായ പ്രതികാര ചിന്തയാ പലരും ഉണ്ടാക്കുന്നത്. അതെ സ്വാമി. ഭാവനയെ സംബന്ധിച്ചിടത്തോളം ആർക്കും ഉപകാരമല്ലാതെ ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല. എന്നിട്ടും അവളോട് ഈ ചതി ചെയ്ത് എന്തിനാണെന്നാ മനസ്സിലാവാത്തത്. അന്നും ഇന്ന് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാ സൂര്യ ഇപ്പൊ എന്നോട് ചോദിച്ചത്. ഇവിടെ മനുഷ്യരെ തിരിച്ചറിയാൻ പലർക്കും ഇന്ന് സമയം കിട്ടുന്നില്ല. സ്വാമി പറഞ്ഞത് 100% സത്യം. ഇന്നത്തെ യുവതലമുറ പോലും കള്ളിന്റെയും കഞ്ചാവിന്റെയും പിന്നാലെ. കറക്റ്റ്. പല ഉന്നതന്മാരുടെയും മക്കളെയും അത്തരം പ്രതിസന്ധികളിൽ നിന്നും ഞാൻ ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുണ്ട്. ഇവിടെ ഭാവനയുടെ കാര്യത്തിൽ സൂര്യക്ക് ഒരു ടെൻഷൻ വേണ്ട. എന്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുക, ഭാവന ജീവിതത്തിലേക്ക് അധികം വൈകാതെ തന്നെ തിരിച്ചു വരും. താങ്ക് യു സ്വാമി. സ്വന്തം ശബ്ദം തിരിച്ചു കിട്ടിയ സ്ഥിതിക്ക് എത്രയും വേഗം സംസാരശേഷി തിരിച്ചു കിട്ടാനാണ് സാധ്യത. ഈ ശിരോധാര തലയ്ക്ക് മാത്രമൊന്നുമല്ല, ശരീരത്തിലെ എല്ലാ നാഡീവ്യൂഹങ്ങൾക്കും അതിന്റെ ഫലമുണ്ടാവും. അല്ല സൂര്യ, ഞാനൊരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. എന്താ? ഇനി എന്റെ അശ്രദ്ധയാണെന്ന് എനിക്കറിയില്ല. ഭാവനയുടെ കഴുത്തിന്റെ ഭാഗത്ത് ഒരു പാട് ഞാൻ കണ്ടിരുന്നു. പക്ഷേ ചികിത്സാ നേരത്തെ അങ്ങൊരു പാട് കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല. അങ്ങൊരു പാടുള്ളതായി സൂര്യക്കറിയോ? ടെൻഷനാവാറൊന്നുമില്ല. പല കാരണങ്ങൾ കൊണ്ടും വരാം. കിടക്കുമ്പോൾ വരാം. പിന്നെ മറ്റൊരാളുടെ സഹായമില്ലാതെ ഭാവനയ്ക്കൊന്നും പറ്റാത്ത കൊണ്ട് സ്റ്റാഫുകളുടെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കാം. സൂര്യ കൂടി അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞേ ഉള്ളൂ. ശരി സ്വാമി. അല്ല, ഭാവനയുടെ അമ്മയും ബ്രദറും ഒക്കെ പോയോ? ഇല്ല, അവരവിടെ ഉണ്ട്. പാവം, അവരെ നല്ലതുപോലെ പേടിച്ചു പോയി. അത് പിന്നെ പേടിക്കാതിരിക്കോ സ്വാമി? അങ്ങനെയുള്ളൊരവസ്ഥയിൽ നിന്നല്ലേ ഭാവനയെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്. ഇനി ഒന്നുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട. ധൈര്യമായിട്ടിരിക്കേ. ശരി സ്വാമി, ഞാൻ വിളിച്ചല്ലേ. ചെല്ലേ. പിന്നെ എങ്ങനെയാണ് ആ പാട് ഭാവനയുടെ കഴുത്തിൽ വന്നത്? മോളെ, എന്തേ നിനക്കൊരു സന്തോഷമില്ലാത്തത്? പറ്റുന്നത് പോലെ ശ്രമിക്ക്. സ്വാമിയുടെ ചികിത്സ തുടങ്ങിയപ്പോ തന്നെ ഫലം കണ്ടു തുടങ്ങിയില്ലേ? മക്കള് ധൈര്യമായിട്ടിരിക്കുക. ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട ചേച്ചി. ഇപ്പൊ ഞങ്ങൾക്കൊക്കെ അല്പം ധൈര്യം കൂടിയിട്ടുണ്ട് ചേച്ചി. ഈശ്വര, എന്റെ അവസ്ഥ ഇവരറിയുന്നില്ലല്ലോ. ഭാവനയ്ക്ക് നമ്മളോട് എന്തോ പറയണമെന്നുണ്ട് ആന്റി. ദേ നോക്കി, ഈ മുഖം കണ്ടാൽ അറിയാം അല്ലേ ഭാവന? എന്താ ഭാവന, ആരെയാ നോക്കുന്നത്?
അറിയണ്ടെന്നാണോ? പിന്നെ അറിയാം. ഡയാന മാഡത്തിനെയാണ് ഭാവന നോക്കുന്നതെന്ന് ഇവിടെ ആർക്കും അറിയില്ലല്ലോ. എന്താടി മക്കളെ നീ ഇതാരെയാ നോക്കുന്നേ? ആ എന്താ മോനെ? ഭാവനയുടെ കഴുത്തിൽ ഈ പാടെങ്ങനെയാ വന്നതെന്ന് സ്വാമി ചോദിച്ചു. നോക്കട്ടെ. ഇത് ആ, ശരിയാണല്ലോ. പാടി ചിലപ്പോ കോളർ ഇട്ടതിന്റെ ആയിരിക്കും. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്തെങ്കിലും പറഞ്ഞ് വിശ്വസിപ്പിക്കണമല്ലോ. എന്താ മക്കളെ ഇത്? ഇതെന്താ ഇങ്ങനെ? മനസ്സ് ഭാവനെ ചികിത്സാ റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തിയപ്പോ പറ്റിയതാണെങ്കിലോ? ശരിയാ സൂര്യ, അങ്ങനെയാവാലോ. അയ്യോ, അങ്ങനെ അല്ല സൂര്യ. എന്നെ കൊല്ലാൻ നോക്കിയതാ. അവരിപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. സൂര്യ, ചിലപ്പോ കിടക്കയിൽ ഇങ്ങനെ വരാം. ഭാവന, തനിക്ക് കഴുത്തിൽ വേദന തോന്നുന്നുണ്ടോ? വേദന തോന്നുന്നെങ്കിൽ പിന്നെ ഇത് ഇന്ന് സംഭവിച്ചാവണമല്ലോ. എങ്കിൽ ചികിത്സാ സമയത്ത് പറ്റിയതാവും സൂര്യ. പിന്നെന്തിനാ സ്വാമി എന്നോട് പാടിനെ കുറിച്ച് ചോദിച്ചത്? ഈശ്വര, സൂര്യക്ക് സത്യം കണ്ടെത്താനുള്ള ശക്തി കൊടുക്കണേ. വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇതിലിപ്പോ പേടിക്കാനൊന്നും ഇല്ല ആന്റി. കിടക്കലോ മറ്റോ സംഭവിച്ചതായിരിക്കും. മോനെ, മക്കളെ അമ്മ ഇറങ്ങട്ടെ. ചേച്ചി ധൈര്യമായിട്ടിരിക്കും. എത്രയും പെട്ടെന്ന് ചേച്ചിക്ക് സുഖമാവും. ശരി, അമ്മ പോയിട്ട് വരാട്ടോ. വിഷമിക്കാതിരിക്കും. പോയിട്ട് വരട്ടെ മോളെ. നോക്കിക്കോളെ. ശരി ആന്റി. മോനെ, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരിയല്ലേ? വാ മോനെ, ശ്രദ്ധിച്ചോണം. സ്വാമിക്ക് സംശയം വന്ന സ്ഥിതിക്ക് കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ആ ഡയാനോട് പറയണം. അതെ അനിരുദ്ധ, ഡയാനയ്ക്ക് ഒറ്റയ്ക്ക് പറ്റില്ലെങ്കിൽ വേറെ ആരെങ്കിലും കൂടി ഏർപ്പാടാക്കാൻ നോക്ക്. ആള് കൂടിയാൽ പാമ്പ് ചാവിലെന്നൊരു ചൊല്ലുണ്ട്. അതുകൊണ്ട് ഡയാനയ്ക്ക് അവിടെ 2 സഹായികളുണ്ട്. അവര് തന്നെ ധാരാളം. അല്ല, 3 പേരുണ്ടായിട്ടും ഭാവന രക്ഷപ്പെട്ടില്ലേ? അപ്പൊ പിന്നെ സൂക്ഷിക്കണം. അതെ അനിരുദ്ധ, ഏട്ടൻ പറഞ്ഞതാ ശരി. അവക്ക് പറ്റിയില്ലെങ്കിൽ പിന്മാറാൻ പറയണം. എങ്ങാനും പിടിക്കപ്പെട്ട നമ്മളെല്ലാരും തൂങ്ങും. അങ്ങനെയൊന്നും സംഭവിക്കില്ല നിർമ്മലേ. അങ്ങനെ അവൾ പിടിക്കപ്പെട്ടാൽ ജീവനോട് പിടികൊടുക്കില്ലെന്ന ഡയാന പറഞ്ഞു. അയ്യോ, അപ്പൊ അവള് ചാവേറാണോ? എടിച്ചേ, ഇതൊടുവിൽ നമുക്ക് പണിയാവരുത്. നിങ്ങൾ വെറുതെ അനിരുദ്ധിനെ ടെൻഷൻ അടുപ്പിക്കാതെ. ഡയാന ഏറ്റ കാര്യം ഡയാന ചെയ്തോളും. എന്നാൽ അടുത്ത സ്റ്റെപ്പ് ഡയാനയ്ക്ക് പിഴക്കില്ലെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. പിഴയ്ക്കരുത്. പിഴച്ചാൽ പിന്നൊരവസരം കിട്ടണമെന്നില്ല. അങ്ങനെ രക്ഷപ്പെടുകയാണെങ്കിൽ ഈ അജയം പാലത്തറ ഉണ്ടല്ലോ, അവളെ ഇല്ലാതാക്കിക്കളെ. അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം. എന്നാ പിന്നെ ആദ്യമേ ഏറ്റ പോരായിരുന്നു. ഏട്ടനൊന്നും മിണ്ടാതിരിക്കെ. ഇതിന്ന് തന്നെ ഒരു തീർപ്പുണ്ടാവുന്നല്ലേ അനിരുദ്ധനോട് ഡയാന പറഞ്ഞത്. നമുക്ക് നോക്കാം. ചേടാ, ഒരു പീറ പെണ്ണ് ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ പണികളാ ചെയ്തത്. അവളെന്താ സൂപ്പർ ഹീറോയിനോ? എല്ലായിടത്തും രക്ഷപ്പെടാൻ. ഇനി അവള് സൂപ്പർ ഹീറോയിൽ കളിക്കുന്നത് എനിക്കൊന്ന് കാണണം. എന്തായാലും ഡയാന ഭാവനയെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. ഇപ്പോ നമ്മളെക്കാൾ ദേഷ്യം അവൾക്ക് ഭാവനയോടുണ്ടാവും. അതുകൊണ്ട് ഏത് നിമിഷവും ഒരു ശുഭവാർത്ത നമുക്ക് പ്രതീക്ഷിക്കാം.
അതെ, അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്ക്. നോക്കാലോ.